സ്വാതി ഹിയർ, വെൽക്കം ബാക്ക്. ഈ ഒരു ഫൈനൽ പാർട്ട് വീഡിയോയോട് കൂടി മോണ്ടെനിഗ്രോ പ്രഹസനത്തിന് കർട്ടൻ വീഴാണ് കേട്ടോ. ഇത്ര ദിവസം താമസിച്ചിരുന്നത് ഉൾക്കിഞ്ചിലായിരുന്നല്ലോ. പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് നമ്മൾ താമസം മാറാൻ പോവാണ്. ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത് കോട്ടൂരാണ്. മോണ്ടെനിഗ്രോയിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാൻ എന്തത്ര ഡിലേ ആയതെന്ന് എന്നോടാരും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. എന്നാലും ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വേറൊന്നുമല്ല, വെറും മടി. എൻ്റെ മാത്രം മടി, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് കോട്ടൂരിൻ്റെ കാര്യം. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞ ബുദ്വാ ടൗൺ പോലെയുള്ള അതിലേറെ കുറച്ചും കൂടി വലിയൊരു പ്ലേസാണ് ഈ കോട്ടൂർ എന്ന് പറയുന്നത്. മോണ്ടെനിഗ്രോയിൽ വരുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ടും നമ്മൾ കാണേണ്ട സ്ഥലങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കോട്ടൂർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ട്രാഫിക് അനുസരിച്ച് ഇത്ര നേരത്തെ കോട്ടൂർ എത്തുക എന്നുള്ളത് കുറച്ച് ഹെവി ടാസ്ക് ആണ് കേട്ടോ. ഒരുപാട് നേരത്തെ ഉൾക്കിഞ്ചിൽ നിന്ന് ട്രാവൽ ചെയ്ത് തുടങ്ങിയതുകൊണ്ടാണ് ഈ സമയത്തെങ്കിലും ഇവിടെ എത്താനായത്. അങ്ങനെ ഇതാണ് 1979 യുനെസ്കോ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, ദ ഓൾഡ് ടൗൺ ഓഫ് കോട്ടൂർ. ഇനി 1-2 ദിവസം ഇതിൻ്റെ അകത്താണ് കേട്ടോ താമസിക്കാൻ പോകുന്നത്. കുറച്ച് ഫിലോസഫിക്കലൊക്കെ ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ എവരി സ്റ്റോൺ ഹിയർ ക്യാരി സെഞ്ചുറീസ് ഓഫ് സ്റ്റോറീസ് എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനും അങ്ങനെ പറയാം. ഇത്ര നേരത്തെ ഈ ടൗണിലെത്തുമ്പോഴുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ആരുടെയും ശല്യം ഇല്ലാണ്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസോ വീഡിയോസോ എടുക്കാം. ഈ ടൗണിൽ വേറെ ആരും എണീറ്റിട്ടില്ല. എന്നെപ്പോലുള്ള 1-2 ആൾക്കാർ മാത്രമാണുള്ളത്. 1-2 ദിവസം ഇതിനകത്ത് സ്റ്റേ ആയതുകൊണ്ട് തന്നെ ലഞ്ച് ഇതിന് പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ഒരു കോട്ടൂർ ട്രഡീഷണൽ ലഞ്ചിന് ശേഷം തിരിച്ച് ടൗണിലെത്തിയിട്ട് ടൗൺ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു പ്ലാൻ. അങ്ങനെ ലഞ്ചിന് ശേഷം തിരിച്ച് ടൗണിലെത്തി. ഈ ടൗണിൻ്റെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന ഈ മൗണ്ടെയിൻ്റെ പേരാണ് സെൻറ്റ് ജോൺ ഫോർട്രസ് എന്ന് പറയുന്നത്. ഈ മൗണ്ടെയിനിൽ 1350 സ്റ്റെപ്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കംപ്ലീറ്റ് ആയിട്ടൊരു ബേ ഓഫ് കോട്ടൂർ വ്യൂ കാണാം. കയറിയ ആൾക്കാരൊക്കെ പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ളൊരു വ്യൂ ആണ് എന്നുള്ളതാണ്. ഞാൻ എന്തായാലും കയറിയില്ല, എനിക്കൊന്നും എനർജി ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ അതിൽ കയറി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബേ ഓഫ് കോട്ടൂറിൻ്റെ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കോട്ടൂർ ടൗണിലേക്കുള്ള എൻട്രി. അതായത് 9th സെഞ്ച്വറിയിലാണ് ഈ കോട്ടൂർ ടൗൺ ബിൽഡ് ചെയ്തത്. 15th 18th സെഞ്ച്വറിയോടുകൂടി, അതായത് ഒരു വെനീഷ്യൻ ഭരണകാലത്തിൽ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിയുകയും ഇന്ന് കാണുന്നൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് മാക്സിമം നേരത്തെ ഈ ടൗണിൽ വരണമെന്ന് പറയുന്നത്? എത്ര ക്രൗഡഡ് ആയല്ലേ ഇവിടെ. ഇനിയിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തി, എല്ലാ കടകളും ഓപ്പണായി. ഇനി ഇവരുടെ ഇടയിൽ കൂടിയൊക്കെ നടന്നിട്ട് വേണം നമുക്ക് ഈ ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒട്ടോമൻ അറ്റാക്സിൽ നിന്നും കോട്ടൂരിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോട്ടൂർ സ്ക്വയർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. 11th 14th സെഞ്ച്വറിയിൽ കോട്ടൂർ ഒരു ഫ്രീ ട്രേഡിംഗ് സിറ്റിയായി മാറുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഈ കോട്ടൂർ ടൗണിന് വന്നത്. സെൻറ്റ് ട്രൈഫൺ കത്തീഡ്രൽ, മാർട്ടേ മ്യൂസിയം, ക്ലോക്ക് ടവർ, സിറ്റി വാൾസ് ക്ലൈംബിംഗ് ദ മൗണ്ടൻ, ഇതെല്ലാമാണ് കോട്ടൂരിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ലാൻഡ്മാർക്സ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റ് ജോൺ ഫോർട്രസ് മൗണ്ടെയിൻ 4.5 കിലോമീറ്ററോളം ലെങ്ത്തും 260 മീറ്ററോളം ഹൈറ്റോടും കൂടിയിട്ടുള്ള സ്റ്റെപ്സും മതിലോട് കൂടിയിട്ടുള്ള സെൻറ്റ് ജോൺ ഫോർട്രസ് മൗണ്ടെയിൻ. പണ്ട് കാലങ്ങളിൽ ഫയർ അറ്റാക്സിൽ നിന്നും പൈററ്റ്സ് അറ്റാക്സിൽ നിന്നൊക്കെ ഈ കോട്ടൂർ ടൗണിനെ സംരക്ഷിച്ച് പോന്നിരുന്നത് ഈ മൗണ്ടെയിൻസിൽ വിന്യസിച്ചിരുന്ന സൈനികരായിരുന്നു. ഇവർ നേരത്തെ സിഗ്നൽ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടാണ് ഈ ടൗണിലെ ജനങ്ങൾ ജീവിച്ചു പോന്നുകൊണ്ടിരുന്നത്. ഈ മൗണ്ടെയിൻസിൽ 2 ചേർച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സെൻറ്റ് ജോൺ ചാപ്പലും ഒന്ന് അവർ ലേഡി ഓഫ് റെമഡി ചേർച്ചും. ഈ റെമഡി ചേർച്ച് എന്ന് പറഞ്ഞാൽ 15th സെഞ്ച്വറിയിൽ പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം കാര്യമായിട്ട് കോട്ടൂരിലെ ജനങ്ങളെ ബാധിക്കുകയും അതിനെ തുടർന്ന് അവർ ആ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഭാഗമായി കോട്ടൂർ ടൗൺ പ്ലേഗിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്നും അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ ഈ മൗണ്ടെയിൻ കയറിയിട്ട് അവർ ലേഡി ഓഫ് റെമഡി ചേർച്ചിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 15th സെഞ്ച്വറിയിൽ ഈ പ്ലേഗ് വന്നതിനെ തുടർന്ന് ഇവർ കുറച്ച് പൂച്ചകളെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും അല്ലെങ്കിൽ പുറത്തെ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരികയും ഇവിടെ വളർത്തുകയും ചെയ്തു. ഇന്ന് നമുക്ക് മോണ്ടെനിഗ്രോയിൽ കൂടെ നടക്കുമ്പോഴും അല്ലെങ്കിൽ കോട്ടൂരിലൂടെ നടക്കുമ്പോഴൊക്കെ ഒരുപാട് പൂച്ചകളെ നമുക്ക് കാണാൻ പറ്റും. എന്തിന്, ഈ കോട്ടൂർ ടൗണിൽ ഒരു ക്യാറ്റ് മ്യൂസിയം പോലും ഉണ്ട്. നമുക്കതൊരു പെറ്റ് ആനിമൽ മാത്രമാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് പൂച്ച എന്ന് പറയുന്നത് ഒരു ഇമോഷൻ കൂടിയാണ് കേട്ടോ.
ഈ സെൻറ്റ് ജോൺ ഫോർട്രസിൻ്റെ മൗണ്ടെയ്ൻസിൻ്റെ വിസിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 8 to 8 ആണ്. രാത്രി 8 മണിൻ്റെ ഉള്ളിൽ നമ്മൾ ആ മൗണ്ടെയിൻ കയറി ഇറങ്ങണം. 8 മണി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ മൗണ്ടെയിൻ കയറാൻ പറ്റില്ല. അതിന് റീസൺ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ കടലിലേക്ക് യാത്ര പോയിരുന്ന പല ആളുകളും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അവരെയും കാത്ത് അവരുടെ ഉറ്റവർ ഇന്നും ആ മൗണ്ടെയ്ൻസിൽ ആത്മാക്കളായിട്ട് കാത്തു നിൽപ്പുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് അത്ര രാത്രി 8 മണിക്ക് ശേഷം വിസിറ്റിംഗ് ടൈംസ് അലൗ ചെയ്യാത്തത്. ഇതൊരു സില്ലി സ്പൂക്കി സ്റ്റോറിയാണോ? എനിക്കറിയാത്ത എന്താണെന്നറിയോ, ഈ ആത്മാക്കളൊക്കെ രാവിലെ ഒരുപാട് ബിസിയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ എന്താ പറയുക. വാട്ടെവർ, സമയം ഒരുപാടായി, ഈവനിങ് ആയി, സൺസെറ്റായി. ഒരു സൺസെറ്റ് ഇരുന്ന് ഞാൻ കാണട്ടെ. നാളെ ഞാൻ ബേ ഓഫ് കോട്ടൂറിൽ ഒരു 9 hours ക്രൂയിസ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ ഇന്ന് പോട്ടെ, നാളെ ഞാൻ ക്രൂയിസിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ. ഏർലി മോർണിംഗ് തന്നെ ക്രൂയിസ് ട്രിപ്പിന് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. പക്ഷേ ബുക്ക് ചെയ്ത ക്രൂയിസ് ഏതാണെന്ന് അറിയില്ല. അത് നേരത്തെ തിരഞ്ഞ് കണ്ടെത്തണം. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് കഴിക്കാമെന്നുള്ളതായിരുന്നു പ്ലാൻ. ക്രൂയിസ് ട്രിപ്പ് നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണെങ്കിൽ മിനിമം ഒരു 2 days മുന്നെങ്കിലും പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടാവണം. ഒരുവിധം എല്ലാ ബോട്ട് യാത്രകളും ക്രൂയിസ് ട്രിപ്പുകളും യാച്ച് ട്രിപ്പുകളും എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതെല്ലാം ഇവിടെയാണ് ഡോക്ക് ചെയ്തിട്ടിട്ടുള്ളത്. ഇത്ര തിരക്കില്ലാതെ നിങ്ങളിത് കാണുന്നത് അത്ര നേരത്തെ ആയതുകൊണ്ടാണ്. ഏർലി മോർണിംഗ് ഇവിടെ വരുമ്പോൾ വലിയ തിരക്കില്ല, കുറച്ച് സൈലൻസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ തന്നെയാണ്. പക്ഷേ സമയം കഴിയുന്തോറും ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇവിടെ മാറും. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമെന്നായിരുന്നല്ലോ പ്ലാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് മോണ്ടിനിഗ്രോയിൽ വളരെയധികം കോമൺ ആണ് കേട്ടോ. ഞാനും ട്രൈ ചെയ്തത് ഒരു ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കറക്റ്റ് സമയത്ത് നമ്മുടെ ക്രൂയിസ് സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ മോണ്ടിനിഗ്രോ എന്ന് പറയുന്നതും കോട്ടൂർ, ബുത്വ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം യൂഗോസ്ലേവിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ അണ്ടറിലായിരുന്നു. അല്ലെങ്കിൽ അവരാണ് ഈ മോണ്ടിനിഗ്രോ ഭരിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് വേൾഡ് വാർ ആയപ്പോൾ അത് ഇറ്റലിയും ജർമ്മനിയായിട്ട് മാറി. എന്നാൽ അതിനെല്ലാം ശേഷം ഒരു രാജ്യത്തിൻ്റെ സഹായം ഇല്ലാതെ ഒരു സ്വതന്ത്ര രാജ്യമായി മോണ്ടിനിഗ്രോ മാറുന്നത് 2006-ലാണ്. ഈ കോട്ടൂർ ബേയിലൂടെ സെയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള യാച്ചുകളും ബോട്ടുകളും ക്രൂയിസുകളും കാണാൻ പറ്റും. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഡേവിഡ് ബെക്കാമിൻ്റെ ഒരു പ്രൈവറ്റ് യാച്ച് കോട്ടൂരുണ്ട് എന്നുള്ളത്. ഞാൻ ചില യാച്ചുകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് ആ കാര്യമാണ് കേട്ടോ. ഇത്രയധികം പ്രൈവറ്റ് ബീച്ചുകളും പ്രൈവറ്റ് ആയിട്ടുള്ള റിസോർട്ടുകളും ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ബീച്ച് സൈഡ് ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മൾ ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വിഷ്വൽസ് ഈ വീഡിയോയിൽ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ക്രൂയിസിൻ്റെ ടോയ്ലറ്റിലുള്ള വിൻഡോയാണ്. ഈ വിൻഡോ വാട്ടർ ലെവലിലാണ് നിൽക്കുന്നത്. അതാണ് എന്നെ അതിശയിപ്പിച്ച കാര്യം. കാരണം എനിക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഈ വാട്ടർ ലെവലിലുള്ള ഈ വിൻഡോ കാണുമ്പോൾ എനിക്ക് ആ ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഈ ക്രൂയിസ് ട്രിപ്പിൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പെറാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ. ഈ പെറാസ്റ്റ് ടൗണിലെത്തിയാൽ ഇവരുടെ ക്രൂയിസ് അവിടെ നിർത്തിയിട്ട് നമുക്കൊരു 1 hour സമയം തരും പെറാസ്റ്റ് ടൗൺ കംപ്ലീറ്റ് ചുറ്റി നടന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. പെറാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞ പോപ്പുലേഷനിലുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്മോൾ ടൗണാണ് പെറാസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാലത്ത് ട്രേഡിങ്ങിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. വെനീഷ്യൻ ഭരണകാലത്തുണ്ടായിരുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാസിലുകളും മ്യൂസിയങ്ങളും ഇന്നും നിലനിൽക്കുന്ന ഒരു ടൗണാണ് ഇത്. ഇത്രയധികം മ്യൂസിയങ്ങളും ചർച്ചുകളും ഒരു വെനീഷ്യൻ സ്റ്റൈലോട് കൂടിയിട്ട് ബുത്വയിലും കോട്ടൂരിലും ഞാൻ ഇത്രയധികം കണ്ടിട്ടില്ല. അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് ഈ പെറാസ്റ്റിൽ അത് കാണാൻ പറ്റും. 1 hour പെറാസ്റ്റിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ക്രൂയിസ് കയറി നമ്മുടെ ലഞ്ച് മീലും കഴിച്ച് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. ഇതാണ് സെൻറ്റ് ജോർജ് ഐലൻഡ്. സെൻറ്റ് ജോർജ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ചരിത്രപ്രധാനമായ സൈപ്രസ് ട്രീയോട് കൂടിയിട്ടുള്ള മോസ്റ്റ് മിസ്റ്റീരിയസ് പ്ലേസ് ഇൻ ബേ ഓഫ് കോട്ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു ഗ്രേവിയാർഡാണ്. പബ്ലിക്കിനായിട്ട് ഈ ഐലൻഡ് ഓപ്പൺ അല്ല. നമുക്ക് ഈ ബേ ഓഫ് കോട്ടൂരിലൂടെ സെയിലിംഗ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് മാത്രമേ ഈ ഐലൻഡ് കാണാൻ പറ്റുള്ളൂ. റോയൽ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആളുകളെ അടക്കിയിരുന്ന ഒരു ഗ്രേവിയാർഡാണ് ഈ സെൻറ്റ് ജോർജ് ഐലൻഡ് എന്ന് പറയുന്നത്. റോയൽ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പ്രണയിനിയെ ഇവിടെ കൊണ്ടുവന്ന് അടക്കുകയും അവളുടെ മരണശേഷം അയാൾ ഈ ഐലൻഡിൽ വന്ന് സന്യാസിയായിട്ട് ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഉള്ള ആളുകളുടെ ഒരു വിശ്വാസം. ഈ മോണ്ടിനിഗ്രോ ഉണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ടൊരു ലോസ്റ്റ് ലവ് സ്റ്റോറീസ് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സക്സസ്ഫുൾ ആയിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചവരുടെ കഥ ഇവരുടെ ഇടയിലില്ല. അതെന്തെങ്കിലും ആവട്ടെ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് ലേഡി ഓഫ് റോക്സ്. ഈ ലേഡി ഓഫ് റോക്സ് എന്ന് പറഞ്ഞ ഐലൻഡ് കംപ്ലീറ്റ്ലി മാൻമെയ്ഡ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സെൻറ്റ് ജോർജ് ഐലൻഡ്
ഒരു നാച്ചുറലി ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളതാണെങ്കിൽ ഇത് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം വർഷങ്ങളെടുത്ത് കഷ്ടപ്പെട്ട് ഇന്നും സംരക്ഷിച്ചു പോരുന്ന ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ലേഡി ഓഫ് റോക്സ് എന്ന് പറയുന്നത്. 14th സെഞ്ച്വറിയിൽ ഇതിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ചില മുക്കുവന്മാർക്ക് വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചിത്രം ഇവിടുത്തെ പാറക്കെട്ടുകളിൽ നിന്നും കിട്ടുകയും അതൊരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുകയും അതിനെ തുടർന്ന് ഇവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഐലൻഡും ഒരു വലിയൊരു ചർച്ചുമാണ് ഈ ലേഡി ഓഫ് റോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 14th സെഞ്ച്വറിയിൽ ഇവരിത് ഉണ്ടാക്കിയെങ്കിലും 16th സെഞ്ച്വറിയിൽ ഇത് റീബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും ജൂലൈ 22 ഇന്നും ഇപ്പോഴും ഇവിടെ ഫാഷിനാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതായത് മോണ്ടിനിഗ്രോയിലും കോട്ടൂരും ബുദ്വേലും ഒക്കെ ഉള്ള ജനങ്ങൾ, ഈ ലേഡി ഓഫ് റോക്സിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ബോട്ടിൽ കല്ല് കൊണ്ട് വന്നിട്ട് ഈ ദ്വീപിൽ സമർപ്പിക്കും. അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഈ ദ്വീപിനെ സംരക്ഷിച്ച് പോരുന്നതെന്നും അത് അങ്ങനെയാണ് ഈ ദ്വീപിനെ അവർക്ക് നിലനിർത്താൻ കഴിയുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് അവരത് എല്ലാ വർഷവും ചെയ്തു വരുന്നത്. ഈ ലേഡി ഓഫ് റോക്സിൻ്റെ അകത്ത് കാണുന്ന പള്ളികൾ, അതിൻ്റെ അകത്തൊരു മ്യൂസിയം ഉണ്ട്. 17th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ട്രിപ്റ്റോ കൊൽക്കഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരുപാട് പെയിൻറ്റിങ്സും സാധനങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. 20 മിനിറ്റ് മാത്രമാണ് നമുക്ക് വേറൊരു ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് വരാൻ പറ്റുന്നത്. ഈ ക്രൂയിസ് ട്രിപ്പ് അല്ലാതെ സെപ്പറേറ്റ് ബോട്ടുകൾ എടുത്തിട്ടും ഈ ലേഡി ഓഫ് റോക്സിൽ വന്ന് കാണാവുന്നതാണ്. ഈ ക്രൂയിസ് ട്രിപ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന എല്ലാ ലാൻഡ്മാർക്സുകളും നമ്മൾ കണ്ടു. ഇത് കണ്ട് യാത്ര തിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്രൂയിസ് ഒരു സ്പോട്ടിലെത്തിയപ്പോൾ അനൗൺസ് ചെയ്തതാണ് ഒരു 1 അവറോളം നമുക്ക് വാട്ടറിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. ആ ഒരു 1 അവറോളം നമ്മുടെ ക്രൂയിസ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിർത്തി. എന്നിട്ട് അതൊന്ന് ആൾക്കാർ ഇറങ്ങി സ്വിം ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് ഞാനത് നോക്കി നിന്നു. ഓരോ യാത്രകളും പാഠങ്ങളാണല്ലോ. അങ്ങനെ ഈ യാത്രയിൽ ഞാൻ വളരെ പേഴ്സണലായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പാഠമാണ് സ്വിമ്മിങ് എത്ര എസെൻഷ്യലാണ് ലൈഫിൽ എന്നുള്ളത്. ഈ കുക്കിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ വളരെ എസെൻഷ്യൽ ഒരു സ്കില്ലായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് സ്വിമ്മിങ്. അതെനിക്ക് ഈ യാത്രയിൽ പല സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മോണ്ടിനിഗ്രോ പോകുന്ന എല്ലാവരും സ്വിമ്മിങ് അറിയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പേഴ്സണലി റിയലൈസ് ചെയ്യുകയും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ഈ യാത്രയോട് കൂടി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ നീണ്ട ഒരു 9-10 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം തിരിച്ച് നമ്മൾ കോട്ടൂർ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നാണ് കോട്ടൂരുള്ള ലാസ്റ്റ് ഡേ. അത് കോട്ടൂർ മാത്രമല്ല, മോണ്ടിനിഗ്രോയിലുള്ള ഒരു ലാസ്റ്റ് നൈറ്റാണെന്ന്. ഇന്നത്തോടു കൂടി നമ്മൾ മോണ്ടിനിഗ്രോനോട് ബായ് പറയും. ഞാൻ നൈറ്റിൽ കോട്ടൂർ ഇത്ര ബ്യൂട്ടിഫുൾ ആവും എന്നുള്ളത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഞാൻ ശരിക്കും സർപ്രൈസായി. കാരണം നൈറ്റിൽ ഈ കോട്ടൂരിന് വേറൊരു ഫേസാണ്. ഒരുപാട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ കിട്ടുന്ന, നല്ല ലൈറ്റിംഗ് ഉള്ള, ഒരുപാട് പബ്ബുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബ്രൻ്റ് എനർജിയോട് കൂടിയിട്ടുള്ള ഒരു ടൗണാണ് കോട്ടൂർ എന്നുള്ളത് ഞാൻ നൈറ്റിലാണ് സത്യത്തിൽ റിയലൈസ് ചെയ്യുന്നത്. ഈ നൈറ്റിൽ ഈ ടൗൺ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇവരെങ്ങനെയാണ് ഈ ടൗൺ ഇത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത്. എത്ര ക്രൗഡഡ് ആയിരുന്നു ഇവിടെ രാവിലെ. അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ആ ടൗണിൽ രാത്രിയായപ്പോൾ അറിയാനില്ല. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു പോയിട്ടുള്ളതും പറയാൻ മറന്നു പോയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ടാവാം. ഒരാൾ കണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 5 ദിവസത്തെ ഹോളിഡേ എത്ര സ്പീഡായിട്ടാണ് കടന്നു പോയതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മോണ്ടിനിഗ്രോ ട്രിപ്പ് കഴിഞ്ഞു. 9 മണിക്കാണ് എൻ്റെ ചെക്കിംഗ് ടൈം. ടിവാറ്റിൽ EasyJet വെയിറ്റിംഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് കഴിച്ചിട്ട് വേണം എയർപോർട്ടിലെത്താൻ. ഇനി ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ വെറും ഒരു 3 മണിക്കൂറോട് കൂടി ഐ എം ബാക്ക് ടു മൈ സ്വീറ്റ് മാഞ്ചസ്റ്റർ. So thanks for watching till the end of this video. Until the next one, Abe Swati here, signing off from Montenegro. See you in the next one. Don't forget to like, share, subscribe and drop a comment. Bye.